ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ എല്ലാവരും ആനുവൽ എക്സാം അടിപൊളിയായിട്ട് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട ചെറിയ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മാർക്ക് ദ പോൾസ് ഓഫ് ദി ബ്രോക്കൺ ബാർ മാഗ്നറ്റ് പീസസ് എ ആൻഡ് ബി ആൻഡ് എക്സ്പ്ലെയിൻ. പൊട്ടിയ കഷ്ണങ്ങളായ എ, ബി എന്നിവയുടെ ധ്രുവങ്ങൾ അടയാളപ്പെടുത്തി വിശദമാക്കുക. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ബാർ മാഗ്നറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ്. ഓക്കെ, ഈ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാ 2 പീസായിട്ട് കട്ട് ചെയ്തത്. ഇനി ആ മുറിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ബ്രേക്ക് ആയിട്ടുള്ള ആ ഓരോ പീസസിന്റെയും പോൾസ് നമുക്ക് അടയാളപ്പെടുത്തണം. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഈ കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് 2 പീസായിട്ട് നമ്മൾ വരയ്ക്കാം. ഇവിടെ തന്നിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇതാ 2 പീസായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാലോ, ഈ ഒരു പോർഷൻ നോക്കിക്കോ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ആണെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു ഭാഗം നോർത്ത് ആയിരിക്കും. ഈ ഒരു ഭാഗം നോർത്ത് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു എൻഡ് പോർഷൻ എന്ന് പറയുന്നത് സൗത്ത് ആയിരിക്കും. ഇനി അത് ഓൾറെഡി ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരുന്നതാണ്, അതാണ് നമ്മൾ ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം എന്തായിരിക്കും, നോർത്ത് ആയിരിക്കും. അതുപോലെ ഈ ഒരു ഭാഗം സൗത്ത് ആയിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. അപ്പൊ എങ്ങനെയാണ് മക്കളെ, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്താൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്: പെയർ ദ ഫോളോയിങ് അപ്രോപ്രിയേറ്റ്ലി. താഴെ കൊടുത്തിരിക്കുന്നവയെ അനുയോജ്യമായ രീതിയിൽ ജോഡികളാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ലോഡ് സ്റ്റോൺ, അതുപോലെ തന്നെ നിയോഡമിയം, കൃത്രിമ കാന്തം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, പ്രകൃതിയിലെ കാന്തം നാച്ചുറൽ മാഗ്നറ്റ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ചേരുംപടി ചേർക്കണം അല്ലെ? അനുയോജ്യമായത് നമുക്കൊരു ഗ്രൂപ്പിലാക്കി മാറ്റാം. എങ്ങനെ ഗ്രൂപ്പിലാക്കി മാറ്റാനായിട്ട് പറ്റും? ലോഡ് സ്റ്റോണിനെ പറ്റി നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് നാച്ചുറൽ മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ പ്രകൃതിയിലെ കാന്തമാണ്. അപ്പൊ അത് രണ്ടും കൂടെ നമുക്കൊരു ഗ്രൂപ്പ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിയോഡമിയം എന്ന് പറയുന്നത് ഏതാണ്? അത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ കൃത്രിമ കാന്തമാണ്. അപ്പൊ ഇതാ ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ നമുക്ക് അതിനെ ഗ്രൂപ്പ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം ഇതാ മക്കളെ: ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തവ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതെല്ലാം? ഒബ്സർവ് ദ ടേബിൾ. ഈസ് ദർ എനി ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ലിസ്റ്റ്? അപ്പൊ നമ്മുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലിസ്റ്റ് എന്താണ്? ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം, ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അമീബ, ബാക്ടീരിയ, ഉറുമ്പ്, പേന്, പാരമീസിയം, യുഗ്ലീന. ഇതൊക്കെയാണ് അമീബ, ബാക്ടീരിയ, ആൻഡ് ലോസ്, പാരമീസിയം, യുഗ്ലീന. ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് ഏതെങ്കിലും ഉണ്ടോ? നോക്കിക്കേ, ഏകകോശ ജീവി എന്ന് പറഞ്ഞ എന്താണ്? ഒരു കോശം മാത്രമുള്ള ആൾക്കാരെയാണ് നമ്മൾ ഏകകോശ ജീവി എന്ന് വിളിക്കുന്നത്. ഇവിടെ അമീബ ഏകകോശ ജീവിയാണ്, ബാക്ടീരിയ ഒക്കെ ഏകകോശ ജീവിയാണ്, പാരമീസിയം, യുഗ്ലീനയും ഏകകോശ ജീവിയാണ്. പക്ഷെ ഉറുമ്പ്, പേന് മുതലായവ ഏകകോശ ജീവിയല്ല, അവയിൽ ഒന്നിലധികം കോശങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ കൂട്ടത്തിൽ കൂടാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരങ്ങൾ ഏതാണ്? ഉറുമ്പും അതുപോലെ തന്നെ പേനുമാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഏതെങ്കിലും ഒരു ഏകകോശ ജീവിയുടെ ചിത്രം വരച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ദ ഡയഗ്രാം ഓഫ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. നമ്മൾ 3 ഏകകോശ ജീവികൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയായിരുന്നു? ഒന്ന് അമീബ, രണ്ടാമത്തത് പാരമീസിയം, മൂന്നാമത്തത് യുഗ്ലീന. അപ്പൊ ഇത് 3ഉം വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. വരയ്ക്കാൻ സത്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അമീബയ്ക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിനൊരു സ്ട്രക്ചർ ഒന്നുമില്ല, അത് നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ യുഗ്ലീന എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ എന്താണ്, ഒരു ടെയിൽ ഓർത്താൽ മതി. ഓക്കെ, യുഗ്ലീനയ്ക്ക് എപ്പോഴും ഒരു വാലുണ്ട്, ഇതുപോലെ ഒരു വാലുണ്ട്. പാരമീസിയം എന്ന് പറയുന്നത് ഒരു ചെരുപ്പിന്റെ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇലയുടെ, ഒരു നീണ്ടിരിക്കുന്ന ഒരു ഇലയുടെ രീതിയിൽ മക്കള് വരച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം, അതായത് നമ്മുടെ നെയ്ക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ജീവജാലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏകകോശ ജീവികളെല്ലാം. ഇവയെ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് കൂടെ മക്കൾ ഓർത്തിരിക്കുക. അതാണ് മക്കളെ നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് ചോദ്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. അങ്ങനെ നമ്മൾ 6ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാം ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി സൈലം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിനെ പറ്റി കൂടി ഒന്ന് അറിയുക. നമ്മുടെ ബാച്ചിന്റെ പേരാണ് മക്കളെ നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ച്
യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഒരു കൊല്ലത്തോട്ടാണ് നമ്മൾ ഈ ഒരു അഡ്മിഷൻ എടുക്കുന്നത്. ഒരു കൊല്ലത്തേക്ക് വെറും 2499 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ കൂടുതൽ എൻക്വയറീസിനൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് നല്ല മാർക്ക് മേടിക്കുക, അടിപൊളിയായിട്ട് എടുക്കുക. 7ാം ക്ലാസ്സിൽ നമുക്ക് USS ഒക്കെ എഴുതിയെടുക്കാനുള്ളതാണ്. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.